അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ വാദം പൊളിയുകയാണ്. സമാന്തര യോഗം ചേർന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവരുന്നു. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ 9 പേർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന്റെ മിനിറ്റ്സ് കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുകയാണ്. വിവരങ്ങളുമായി ഡി ബിനോയ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ബിനോയ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മിനിറ്റ്സ് വഴി ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, സാധാരണഗതിയിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ സിനിമയെ ചൊല്ലിയും അവാർഡ് ചൊല്ലിയും സിനിമകൾ തിരഞ്ഞെടുത്തതിനെ ചൊല്ലിയാണ്. ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവലിൽ അത്തരം വിവാദങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഫെസ്റ്റിവൽ നന്നായി പോയെങ്കിലും പാളയത്തിൽ പടയും തങ്ങളിലടിയും ഒക്കെയായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. കാരണം ജനറൽ ബോഡിയിലെ അംഗങ്ങളും ഒപ്പം അക്കാദമിയുടെ ചെയർമാനും തമ്മിലുള്ള വലിയ സംഘർഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തങ്ങളിൽ വാക്പോരുകളായിരുന്നു. കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ വിവാദപരമായ പ്രസ്താവനകൾ ജനറൽ കൗൺസിൽ അംഗങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നതും. അതായത് രഞ്ജിത്ത് പലപ്പോഴും ജനറൽ ബോഡിക്ക് അല്ലെങ്കിൽ ജനറൽ ബോഡി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. അത് അവര് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ രഞ്ജിത്ത് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, സമാന്തര ജനറൽ ബോഡി യോഗം ചേർന്നിട്ടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് യോഗ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിലവിൽ പുറത്തു വാർത്തകളെല്ലാം തന്നെ മാധ്യമ സൃഷ്ടിയാണെന്നും ജനറൽ കൗൺസിൽ അംഗങ്ങളും അല്ലെങ്കിൽ ജനറൽ ബോഡി അംഗങ്ങളും ഒപ്പം ചെയർമാനും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നുവെന്നും അത് ഈ മേള നന്നായി കൊണ്ടുപോകാൻ വളരെയധികം ഉപകാരപ്രദമായി എന്നൊക്കെയായിരുന്നു പറഞ്ഞതെങ്കിൽ ഇന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ നേരെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ്. അതായത് ചെയർമാനുമായി ഒരു കാരണവശാലും യോജിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, സമാന്തര ജനറൽ ബോഡി കൂടുകയും ഇത്തരത്തിൽ ചെയർമാന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ മിനിറ്റ്സ് വരെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ 9 പേരാണ് സമാന്തര ജനറൽ ബോഡിയിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ CPM സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ എത്തിയപ്പോഴേക്കും ചലച്ചിത്ര അക്കാദമിയിൽ പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെ നേതൃനിരയിൽ നിന്നും രഞ്ജിത്ത് രാജിവെക്കണം അല്ലെങ്കിൽ രഞ്ജിത്തെ പുറത്താക്കണം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ജനറൽ ബോഡി അംഗങ്ങളുടെ നീക്കം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സിനിമാ മന്ത്രി ഉൾപ്പെടെയുള്ളവർ രഞ്ജിത്തിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ വിവാദങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. വിവാദങ്ങളുമായിട്ട് ചർച്ചകൾ ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അജിംഷാദ്. ബിനോയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. സമാന്തര യോഗം ചേർന്നു എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. കുക്കു പരമേശ്വരൻ അടക്കം 9 പേർ സമാന്തര യോഗത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത്. മിനിറ്റ്സിൻ്റെ തെളിവുകൾ, രേഖകൾ അടക്കമുള്ളവയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത്.